രണ്ടാം LDF സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ കലാ സാംസ്കാരിക പ്രവർത്തകരുമായി സംവദിക്കുന്ന പരസ്പരം പരിപാടി തൃശ്ശൂരിൽ നടന്നു. സംവാദം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നാടിനെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ എല്ലാ കാലത്തും പരിശ്രമിച്ചവരാണ് കലാരംഗത്തുള്ളവരും സാംസ്കാരിക പ്രവർത്തകരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ നാടകം, കല, സാഹിത്യം, ചിത്രകല, ഫോക്ക്ലോർ, സിനിമാ മേഖലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 2500 കലാ സാംസ്കാരിക പ്രവർത്തകരാണ് പരസ്പരം എന്നു പേരിട്ട സാംസ്കാരിക പ്രവർത്തകരുടെ സംഗമത്തിന് എത്തിച്ചേർന്നത്. നാടിനെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ എല്ലാ കാലത്തും പരിശ്രമിച്ചവരാണ് കലാരംഗത്തുള്ളവരും സാംസ്കാരിക പ്രവർത്തകരുമെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അപ്പോൾ നല്ല തരത്തിലുള്ള സാഹോദര്യം അത് ഇന്ന് കേവലം ഒരു ശൈലിയിൽ ഉപയോഗിക്കേണ്ട ഒരു കാര്യം മാത്രമല്ല, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണത്. സഹായിക്കാൻ വന്ന ഒരു സഹോദരനെ സഹോദരനെന്ന് വിളിച്ചതിന് ഒരു സഹോദരിയുടെ നേരെ ഭയങ്കരമായ ആക്ഷേപം ചൊരിയുന്ന മാനസികാവസ്ഥയുള്ളവരുടെ നാടാണ് നമ്മുടേത്. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ ഇരുട്ടിൻ്റെ ശക്തികൾ ഏതെല്ലാം വഴിക്ക് നീങ്ങുന്നുവെന്നാണ് കാണിക്കുന്നത്. ചടങ്ങിൽ വെച്ച് 15 കലാകാരന്മാരെ ആദരിച്ചു. തുടർന്ന് സാംസ്കാരിക പ്രവർത്തകരുമായി മുഖ്യമന്ത്രി സംവദിച്ചു. കലാരംഗത്തുള്ളവരെ കേൾക്കാൻ സർക്കാർ തയ്യാറാകുന്നതും അതിന് പരസ്പരം എന്ന് പേര് നൽകിയതും ഏറെ സന്തോഷകരമായ കാര്യമാണെന്ന് സംവിധായകൻ തരുൺ മൂർത്തി പറഞ്ഞു. ജനങ്ങളുമായിട്ട് അടുത്തിടപെടാൻ ശ്രമിക്കുക, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക എന്നുള്ളത് തന്നെ വലിയ കാര്യം. അതിൽ പലപ്പോഴും ആരും അങ്ങനെ ശ്രദ്ധിക്കാണ്ട് പോകുന്നൊരു വിഭാഗമാണ് കലാകാരന്മാർ. അപ്പം ആ ഒരു വിഭാഗത്തിനെ കേൾക്കാൻ തയ്യാറാകുന്നത് തന്നെ വലിയ കാര്യം. ഭയങ്കര സന്തോഷമുണ്ട്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രിമാരായ കെ രാജൻ, ഡോക്ടർ ആർ ബിന്ദു, കടന്നപ്പള്ളി രാമചന്ദ്രൻ, കെ രാധാകൃഷ്ണൻ MP എന്നിവരും സന്നിഹിതരായിരുന്നു. കൈരളി ന്യൂസ്, തൃശൂർ.